ഹായ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മളുടെ സാധാരണക്കാരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കേരളത്തില് എല്ലാ വാഹനങ്ങളിലും എയർ ഹോറൺ ഉപയോഗിക്കുന്നത് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. സമയാസമയങ്ങളിൽ അവർ പരിശോധന നടത്താറുണ്ട്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വാഹനങ്ങൾ ടെസ്റ്റിങ്ങിന് ചെല്ലുന്ന ആ ഒരു സമയത്ത് ഇതെല്ലാം ഊരി മാറ്റി ഭദ്രമാക്കി കൊണ്ടുവന്ന് നമ്മൾ വണ്ടി ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മളുടെ വാഹനങ്ങളിൽ വ്യാപകമായിട്ട് ഇന്നും എയർ ഹോറൺ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ ഖേദപൂർവ്വം പറയേണ്ട ഒരു വിഷയം. ഒപ്പം തന്നെ നമ്മളുടെ കേരളത്തിലെ വാഹനങ്ങളിൽ ആണ് കുറച്ചെങ്കിലും നിയന്ത്രണമുള്ളത്. എങ്കിൽ തന്നെ നിയന്ത്രണമില്ലാത്ത ടിപ്പറ്, ട്രക്കുകള്, ടൂറിസ്റ്റ് ബസ്സുകള്, അങ്ങനെ ഒരുപാട് മേഖലകളിൽ വ്യാപകമായിട്ട് തന്നെ ഈ എയർ ഹോറൺ ഉപയോഗിക്കുന്നുണ്ട്. യാതൊരു തടസ്സവുമില്ലാതെ, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ. സാധാരണ ഡ്രൈവർമാര്, ഞങ്ങളൊക്കെ ഡ്രൈവിംഗ് പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ പഠിച്ചത് രാത്രിയിൽ ഹോറൺ പ്രവർത്തിപ്പിക്കാൻ പാടില്ലെന്നാണ്. അങ്ങനെയായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചത്. പക്ഷെ ഇന്നത്തെ യുവാക്കളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എനിക്കറിയില്ല. അവർക്ക് രാത്രിയെന്നും പകലെന്നും ഒന്നുമില്ല. രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ എങ്ങനെയൊക്കെ ഓടിക്കണമെന്ന് പോലും ഇവർക്ക് അറിയാൻ വയ്യ. എന്തിനാണ് ഈ കിടന്ന് രാത്രി കാലങ്ങളിൽ കിടന്ന് അലറി വിളിക്കുന്നതെന്നും എനിക്കറിയാൻ വയ്യ. ഒപ്പം തന്നെ ഈ ആശുപത്രികളുടെ പരിസരത്ത് ഹോറൺ അടിക്കാൻ പാടില്ലെന്ന് ഏകദേശം നിയമമുണ്ട്, ഡ്രൈവർമാരെ പഠിപ്പിച്ചു വിടുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഹെയർ ഹോറൺ മുഴക്കികൾക്ക് ആശുപത്രി എന്നോ സർക്കാർ ഓഫീസുകളെന്നോ അല്ലെങ്കിൽ നിശബ്ദ മേഖലയെന്നോ എന്നൊന്നും ഉള്ളത് ഇവർക്കൊരു ധാരണയില്ല. സിറ്റി എന്നോ ഗ്രാമമെന്നോ ഒന്നുമില്ലാതെ തോന്നിയ പോലെ ഹോറൺ മുഴക്കിയാണ് നമ്മളുടെ നാട്ടിലൂടെ മേൽപ്പറഞ്ഞ വാഹനങ്ങൾ ഓടിച്ച് ധിക്കാരം കാണിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മളുടെ സംസ്ഥാനത്തെ MVD ഡിപ്പാർട്ട്മെന്റ് അറിയേണ്ട ഒരു വിഷയം, നമ്മളുടെ കേരളത്തിലേക്ക് കടന്നു വരുന്ന അന്യ സംസ്ഥാന വാഹനങ്ങൾ ചെറുതും വലുതും സർവ്വതിലും ഈ പറഞ്ഞ എയർ ഹോറൺ പ്രവർത്തിപ്പിച്ചാണ് വരുന്നത്. ഇവന്മാരെയൊക്കെ തടഞ്ഞു നിർത്തി കൃത്യമായിട്ട് പെറ്റി എഴുതി കൊടുക്കാനുള്ള സംവിധാനം MVD ഡിപ്പാർട്ട്മെന്റ് നടപ്പാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം പല സമയത്തും രാത്രിയും പകലൊന്നും ഇല്ലാതെ, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ എന്തോ അലറുന്നത്, അത് ചെറിയ വാഹനങ്ങൾ മുതൽ വലിയ ട്രക്കുകള്, ലോറികള്, ബസ്സുകള്, ടിപ്പറുകള് എല്ലാം നമ്മുടെ കേരളത്തിൽ നിന്ന് ഒഴിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സർവ്വ വാഹനങ്ങളിലും യാതൊരു പരിധിയും നിയന്ത്രണമില്ലാതെ, യാതൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലാതെ, സാമാന്യ ഡ്രൈവർ പാലിച്ചിരിക്കേണ്ട സാമാന്യ മര്യാദകൾ പോലും പാലിക്കാതെ ഈ ഹെയർ ഹോറൺ മുഴക്കി എന്തിനാണ് ഈ മനുഷ്യരെ ദ്രോഹിക്കുന്നത്? അതുകൊണ്ട് നമ്മളുടെ MVD ഡിപ്പാർട്ട്മെന്റിനോടും ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനോടും എനിക്ക് പറയാനുള്ളത്, ഇത് പരിശോധിക്കാൻ സംവിധാനം വേണം. നമ്മളുടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങളാണെങ്കിൽ കൂടി ആ നിയമം പാലിക്കാൻ എല്ലാ വാഹന ഉടമകളും ഡ്രൈവർമാരും ബാധ്യസ്ഥരാണ്. ഒപ്പം തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് എന്തും ആകാമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് അത് മാറ്റണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് പരിശോധനകൾ ഉണ്ടാകുകയും പെറ്റികൾ എഴുതി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകണം. ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിനൊരു നിയന്ത്രണം വരൂ. നിങ്ങൾക്കറിയാമോ, കേരളത്തിലോട്ട് കടന്നു വരുന്ന അന്യ സംസ്ഥാന വാഹനങ്ങൾ നല്ലൊരു ശതമാനവും മദ്യപിച്ചിട്ടൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. ഇതിനൊക്കെ കൃത്യമായ തെളിവ് എൻ്റെ ഉണ്ട്, അല്ല ചുമ്മാതെ പറയുന്നതല്ല. 43 കൊല്ലമായി ഞാൻ ഈ മറ്റേ സുനാപ്പി പിടിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നും ചില യുവാക്കളൊക്കെ വരും ഇതിനകത്ത് കയറി എന്നെ കയറി മാത്താനെ. അവന്മാരറിയേണ്ട ഒരു കാര്യം, അവന്മാരുടെ പ്രായത്തിനെക്കാട്ടി കൂടുതൽ എല്ലാ വാഹനങ്ങളും ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ തന്നെയാണ് ഞാൻ. അല്ല സാധാരണ യൂട്യൂബർമാരെ പറയാം എന്തെങ്കിലും പറയുമ്പം അവരെ കയറി മാത്തുന്ന മാതിരി തെറി വിളിക്കാനൊന്നും ഇങ്ങോട്ട് വരണ്ട. ഒരു പക്ഷേ നിന്റെയൊക്കെ അപ്പന്റെ പ്രായം തന്നെ എനിക്കുണ്ട്. എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വരരുത്. വന്നാൽ ഞാൻ നിരന്തരം ഇത്തരം വീഡിയോകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. നിനക്കൊക്കെ കേരളത്തിൽ കൂടെ വണ്ടി ഓടിക്കാൻ വയ്യാത്ത സാഹചര്യം ഞാൻ സൃഷ്ടിക്കും. മര്യാദ വേണം.
ഒരു ഡ്രൈവർ പാലിച്ചിരിക്കേണ്ട ഏറ്റവും ആദ്യത്തെ കടമയാണ് മര്യാദ. ആ മര്യാദ ഇല്ലാത്തവൻ റോഡിൽ ഇറങ്ങിയാൽ അവന്റെ ജീവനും നാട്ടുകാരുടെ ജീവനും ആപത്ത് തന്നെയാണ്. രണ്ടാമത് വേണ്ടുന്ന ഒരു ഗുണമാണ് സഹിഷ്ണുത. നമ്മളുടെ കേരളത്തിൽ എവിടെയും നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിലെ ഡ്രൈവർമാർക്ക് സഹിഷ്ണുത എന്ന് പറയുന്ന ഒരു സാധനമില്ല. പിന്നെ എങ്ങനെയാ നീയൊക്കെ ഡ്രൈവർമാരാകുന്നത്? അതുകൊണ്ട് ഡ്രൈവർമാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു സീനിയർ ഡ്രൈവർ ആണ് ഞാനും എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്, നിയമം നിങ്ങൾ പാലിച്ചേ മതിയാവുള്ളൂ. ഇല്ല ഞാൻ ഹൈക്കോടതിക്ക് എഴുതും ഈ വിഷയം, ഞാൻ ഹൈക്കോടതി പരാതിയുമായിട്ട് പോകും, നടപടി ഉണ്ടാകും. ഉണ്ടായാൽ പിന്നെ നിനക്കൊക്കെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് ഡ്രൈവർമാർക്ക് വേണ്ടുന്ന ഈ സാമാന്യ ഗുണങ്ങൾ, മര്യാദ, സഹിഷ്ണുത, ഇതൊക്കെ നിർബന്ധമായും വേണം. കാര്യം ജനങ്ങളുടെ നെഞ്ചത്തോടെ വണ്ടി ഓടിച്ച് കളിക്കാൻ നിനക്കൊന്നും ആരും ലൈസൻസ് തന്നിട്ടില്ല, അത് ഓർമ്മ വേണം. ഒപ്പം എന്നെ തെരുവരാൻ വരുന്നവന്മാര്, നിന്റെയൊക്കെ തന്തമാര് നിന്നെ ജനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് മുമ്പ് ഞാൻ ഡ്രൈവർ ആയവനാണ്. അതുകൊണ്ട് എന്നെ കയറി ഉണ്ടാക്കാൻ വരുന്നുണ്ട്, സൂക്ഷിച്ചോണം.